എല്ലാവർക്കും സ്നേഹവന്ദനം. അടിമകളുടെ പാട്ട്. പുറപ്പാട് പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ 400 വർഷക്കാലം അടിമകളായിരുന്നു മിസ്രൈമിൽ. അവരുടെ കണ്ണുനീര്, അവരുടെ നിലവിളി ദൈവം കേൾക്കുകയും മോശ മുഖാന്തരം അവരെ വിടിവിക്കുവാൻ അയക്കുകയും ചെയ്തു. അവിടെ നിന്നും അവർ 10 ബാധകൾക്ക് ശേഷം മോശയുടെ നേതൃത്വത്തിൽ ജനം കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് അബ്രഹാമിനോടുള്ള വാഗ്ദത്തം നിറവേറ്റുവാൻ തൻ്റെ ജനത്തെ കൂട്ടി. ചെങ്കടൽ തീരത്ത് വന്ന് മുൻപോട്ട് പോകുവാൻ കഴിയാത്ത അവസ്ഥയിൽ ഭാരപ്പെടുമ്പോൾ അവർ നിലവിളിച്ചു, കരഞ്ഞു. മോശ പറഞ്ഞു, കരയണ്ട, ഭയപ്പെടേണ്ട, ദൈവം വഴിയൊരുക്കും. അങ്ങനെ അവർ അവിടെ നിന്നും ചെങ്കടൽ രണ്ടായി പിളർന്ന് അവരോരോരുത്തരും അവർ മറുകരയെത്തി. സകല ജനങ്ങളും എത്തിക്കഴിഞ്ഞപ്പോൾ മിരിയാം തപ്പെടുത്ത് അവിടെയുണ്ടായിരുന്ന സകല ജനങ്ങളും അവരുടേതായ വാദ്യോപകരണങ്ങളെടുത്ത് അവർ പാടി, സന്തോഷത്തോടെ പാടി, ആനന്ദത്തോടെ പാടി, ഉല്ലാസത്തോടെ പാടി. പറവൂനിൽ ഞാനിനിയും അടിമയല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല, എൻ സങ്കടങ്ങൾ സകലതും തീർന്നു പോയി, സംഹാരകൻ കടന്നുപോയി. അതാണ് അടിമകളുടെ പാട്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ പൗലോസ് പറയുന്നു, നിങ്ങൾ വീണ്ടും അടിമ മുഖത്തിൽ പോകരുത്, ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രം. നാം ഇന്ന് അടിമകളാണ്. വിശ്വാസത്തിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം അടിമകളാണ്. ഒന്ന് പരിശോധിക്കുക. ഇല്ല എങ്കിൽ വിശ്വാസമായും നിർത്തിവർക്കുന്ന യേശുവിനെ നോക്കി നമുക്ക് യാത്ര ചെയ്യും. അനുഗ്രഹത്തോടെ വിടുതൽ, വിജയം, സന്തോഷം ഇതെല്ലാം പ്രാപിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പാടാൻ കഴിയണം. പറവൂരിൽ ഞാനിനി അടിമയല്ല, ആ അടിമയുടെ പാട്ടുകൾ.